ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ല എല്ലാവർക്കും? നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം നമുക്കിവിടെ 4 മാങ്ങ കിട്ടിയിരിക്കണ്. അപ്പോൾ അതും കൊണ്ട് ഇവിടെ പച്ചടി ചെയ്യാമെന്ന് വിചാരിച്ചാണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യാം. അതിൻ്റെ കൂടെ സാമ്പാറും അതും ചെയ്യുന്നുണ്ട്. സാമ്പാറല്ല കേട്ടോ, ഈ കറിക്ക് മിട്ടാസാലന എന്നാണ് പറയുക ഇവിടെ. അറിയാത്തവരുണ്ടാവും. ഞാൻ ഇവിടെ സേലത്താണ് എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടോക്കി. അതിക്ക് 2 കടുകും ഒരു 4 ഉണക്കൽ മുളകും 2 കരിവേപ്പിൻ്റെ ഇലയുള്ള ആവശ്യപ്പെട്ടോ. അതാണ് കടുക് കണ്ട മാങ്ങ കണ്ടിട്ടേ 2 കടുക് കണ്ട് അതാണ് പൊട്ടിച്ചട്ടെ. അവിടെ കരിവേപ്പിൻ്റെ ഇലയുണ്ട്, പറിച്ചുകൊണ്ടെന്ന് വെച്ചിരിക്കണം, അത് ഇടട്ടെ. മുളക് കരിയാൻ പോകുന്നുണ്ട്. കരിവേപ്പിൻ്റെ ഇല കണ്ടിട്ട് ഞാൻ മാങ്ങൻ്റെ നമ്മൾ ഇതാക്കി വെച്ചതേ ചീന്തി വെച്ചത് കണ്ടിട്ടുങ്ങാണ്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പ് പറഞ്ഞാൽ നമ്മളിവിടെ പൊടിയുപ്പല്ല കേട്ടോ ഉപയോഗിച്ചാൽ, കല്ലുപ്പാണ്. അപ്പോൾ അതാണ്ട് കലക്കി വെച്ചിക്കണ്. അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഉപ്പുവെള്ളമാണ് കേട്ടോ, അവിടെ ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിങ്ങാണ്ടേ നല്ലോണം അവിടെ മൂടി വെച്ചിങ്ങാണ്ട് നല്ലോണം വേവണം. നല്ലോണം വെന്തതിൻ്റെ ശേഷം അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കുഴച്ച് തിന്നാനും തൊട്ടുകൂട്ടി തിന്നാനും ഇനി അതേപോലെ എന്തെങ്കിലും വല്ല ബ്രെഡോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും തിന്നാനും നല്ല ടേസ്റ്റാണ്. എരിവും പുളിയും ഉപ്പും മധുരം എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ നല്ലോണം ഒന്ന് ഇളക്കിങ്ങാണ്ടേ ആണ് മൂടി വെക്കട്ടെ. കറി എന്തായി നോക്കട്ടെ. കറിൻ്റെ ഞാൻ പിന്നെ ഫുള്ളായിട്ട് ഇതാക്കിയിട്ടില്ല, കാരണം ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കാനും ഇതിനും ഇതായിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. പഞ്ചസാര നല്ലോണം ഇടുന്നത് എന്താണെന്ന് പറയുക, മാങ്ങ നല്ല പുളിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ലോണം പഞ്ചസാര ഇട്ടതാണ് കേട്ടോ. അത്ര വേണം. പഞ്ചസാര ഇട്ടപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ലൂസായി. ഇനി ഒന്ന് ടൈറ്റ് ആകുവോളേ എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇത്ര തന്നെ ഉള്ളതിൻ്റെ പണി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കോണ്ടി. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി കേട്ടോ. ആ ഒരു കളർ ചേഞ്ചിന് ഇങ്ങനെ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു കളറുമാണ്. അതിന് വേണ്ടിയിട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതിൻ്റെ പണി അവിടെ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ചോറ് വെക്കണം. നല്ലോണം വറ്റിക്കണം. പഞ്ചസാര കുറവാണ് കേട്ടോ, അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര നല്ല പുളിയുള്ള മാങ്ങ കൊണ്ടേ പഞ്ചസാര ഇട്ടിട്ടും കാണുന്നില്ല. കാരണം അതിൻ്റെ കണക്കിനുള്ള പഞ്ചസാര ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. മാങ്ങൻ്റെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കേട്ടോ. അത് മാവാട്ടാൻ വേണ്ടിയിട്ടേ ഉഴുന്ന് വെള്ളത്തിലിട്ടതാണ് മക്കളെ. വൈകുന്നേരം ആകുമ്പോൾ മാവാട്ടണം. നമ്മൾ ഗ്രൈൻഡറിലാണ് മാവാട്ടുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ 2 ദിവസത്തിന് ആട്ടും. ഇത് ഉരുളൻകിഴങ്ങും ക്യാരറ്റും. ഇനി ബീൻസ് ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ, ബീൻസ് അവിടെ അരിഞ്ഞ് വെച്ചിരിക്കണം.
അതിക്ക് കറിക്ക് വേണ്ട തേങ്ങയാണത്. അതിക്ക് ഒരു പട്ടയും 3 ഗ്രാമ്പും 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും. ഇത്ര തന്നെ ഉള്ളൂ. അതാണ് താളിച്ചിങ്ങാണ്ടേ ഒരു ഉള്ളി അരിഞ്ഞിങ്ങാണ്ട് താളിച്ച മസാല ഒന്നും വാടിയതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അത് വേവിച്ച് അത്ര തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് തേങ്ങ അരച്ച് പാരണം. എന്താ തേങ്ങ ഒഴിച്ചിട്ട് അരച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.